Meet the editors. ഇന്ത്യ മുന്നണിയിൽ വിള്ളലോ എന്നാണ് ചോദ്യം. ഇന്ത്യ മുന്നണിയിൽ വിള്ളലോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ ലാലു പ്രസാദ് യാദവ് പറയുന്നത് രാഹുൽ ഗാന്ധിയല്ല മമതാ ബാനർജിയാണ് നയിക്കാൻ ബെസ്റ്റെങ്കിൽ അങ്ങനെ നയിക്കട്ടെ എന്നാണ്. അതിൽ കോൺഗ്രസിൻ്റെ എതിർപ്പൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നാണ്. അതിനോട് പല പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പാർലമെൻറ്റിൻ്റെ ഫ്ലോർ മാനേജ്മെൻറ്റിൽ തന്നെ കോൺഗ്രസ് ഒരു പരാജയമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നു തുടങ്ങുന്നു. അകത്തും പുറത്തുമാണെങ്കിലും കോൺഗ്രസ് ഒറ്റപ്പെടുന്നു. പക്ഷേ ജഗദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ ഒരുമിച്ചാണ് താനും. ഇന്ത്യ മുന്നണിയിൽ ഒരു വിള്ളൽ ഉണ്ടാവുന്നുണ്ടോ? ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അതൊരു വസ്തുതയാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി തന്നെ നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതൊരു ഭിന്നിപ്പിലേക്ക് പോകുമോ എന്ന ആശങ്ക രൂപപ്പെടും വിധത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്ന കാര്യവും ഒരു വസ്തുതയാണ്. നോക്കൂ, ഈ 2024 പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനത ഇന്ത്യ മുന്നണിയെ എത്ര ആവേശത്തോടുകൂടിയാണ് ഏറ്റെടുത്തത്, അല്ലേ? ഒരു പക്ഷേ ഏകപക്ഷീയമായി പോകും ഈ തെരഞ്ഞെടുപ്പെന്ന ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു വലിയ നിര രൂപപ്പെട്ടു വരികയും അങ്ങനെ BJPയെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പിടിച്ചു കെട്ടുകയും ചെയ്തൊരു തെരഞ്ഞെടുപ്പാണ് 2024 പൊതുതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. BJP ന്യൂനപക്ഷമായി എന്ന് മാത്രമല്ല, ഇന്ത്യൻ ജനത ശക്തമായൊരു പ്രതിപക്ഷത്തെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് 2024 പൊതുതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യൻ ജനത ഇന്ത്യ മുന്നണിയെ വലിയ രീതിയിൽ ഏറ്റുവാങ്ങുകയും ആവേശത്തോടുകൂടി തന്നെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇത് 7 മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. എന്നാൽ അതിനുശേഷം ഇന്ത്യ മുന്നണിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്? 4 സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഹരിയാനയിൽ നടന്നു, മഹാരാഷ്ട്രയിൽ നടന്നു, ജാർഖണ്ഡിൽ നടന്നു. നമുക്കൊരു ആശ്വാസത്തിന് അത് 50-50 ആണെന്ന് പറയാം. ജമ്മു കാശ്മീരും ജാർഖണ്ഡും ഇന്ത്യ മുന്നണിക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്രയും ഹരിയാനയും പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങൾ BJP പിടിച്ചെടുത്തിരിക്കുന്നു, NDA പിടിച്ചെടുത്തിരിക്കുന്നു. എങ്ങനെയാണത്? ഇപ്പോൾ ഹരിയാനയിൽ എന്തായിരുന്നു സ്ഥിതി? ഹരിയാനയിൽ ഏകപക്ഷീയമായി കോൺഗ്രസ് വിജയിച്ചു വരുമെന്നാണ് കോൺഗ്രസ് കരുതിയിരുന്നത്. എല്ലാ പോൾ പ്രഡിക്ഷൻസും അങ്ങനെ തന്നെയായിരുന്നു. കാരണം എന്താ, അത്ര ശക്തമായ ആൻറ്റി ഇൻകംബൻസിയാണ് ഹരിയാനയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? കോൺഗ്രസ് അവിടെ വളരെ നിസ്സംഗമായി പ്രവർത്തിച്ചു. ആ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് പരമാധികാരം നൽകി അദ്ദേഹം കുറേ സ്ഥാനാർത്ഥികളെ അങ്ങ് തീരുമാനിച്ചു, കുറേ സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. എന്നിട്ട് ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത് പോലും അറിയാതെ ഈ ആൻറ്റി ഇൻകംബൻസി എന്ന ഒറ്റ ഫാക്ടറിൽ പിടിച്ച് തിരിച്ച് അധികാരത്തിൽ വരാമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവർ നേരത്തെ തന്നെ BJP മാറ്റി, പകരം സൈനിയെ കൊണ്ടുവന്നു. എന്നിട്ട് RSSും BJPയും ചേർന്ന് വലിയ രീതിയിലൊരു ഗ്രൗണ്ട് വർക്ക് നടത്തുന്നു. അത്ഭുതകരമായ അട്ടിമറി വിജയം ഹരിയാനയിൽ ഉണ്ടാക്കുന്നു. കോൺഗ്രസ് അതിൽ നിന്ന് പാഠം പഠിച്ചില്ല. പിന്നീടാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ എന്താ സ്ഥിതി? അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആണ്. BJPക്ക് എത്രയാ സീറ്റ്? 9 സീറ്റ്. അടുത്ത ദിവസം മുതൽ BJP അവിടെ പണി തുടങ്ങി. എന്ന് മാത്രമല്ലല്ലോ, അവരവരുടെ ഈ മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തി. അവിടെ എന്തൊക്കെ വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്? ഉള്ളി കർഷകരുടെ പ്രശ്നങ്ങൾ, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, മറാത്ത റിസർവേഷൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണല്ലോ 7 മാസം മുമ്പ് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ BJP NDA വോട്ടായിട്ട് മാറിയത്. അതെന്തുകൊണ്ടാണ് നിയമസഭയിലേക്ക് സംഭവിക്കാതിരുന്നത്? ഈ പറയുന്ന കണക്ക് കോൺഗ്രസും മഹാവികാസ് അഘാഡിയും ഒക്കെ ഏറ്റവും അവസാന നിമിഷം വരെ തീരുമാനങ്ങൾ എടുക്കുന്നില്ല, സീറ്റ് ഷെയറിങ്ങിനകത്ത് തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ സമയത്തൊക്കെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് ഒപ്പോസിഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ വളരെ മോശപ്പെട്ട പെർഫോമൻസാണ് ഇന്ത്യ മുന്നണി ഈ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് പ്രധാനമായും ഉള്ളത്? അത് കോൺഗ്രസിനാണ് എന്ന നിലപാടാണ് എനിക്കുള്ളത്. നോക്കൂ, ഇപ്പോൾ എന്താണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ സഖ്യമില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി ഈ മഹാവികാസ് അഘാഡി ആദ്യം വിടാണ്ടിരിക്കുക കേട്ടോ. മുംബൈയിൽ ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിയിൽ നിന്ന് സമാജ്വാദി പാർട്ടി പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഉദ്ധവ് താക്കറെ തീരുമാനമെടുത്തിരിക്കുക. ഉദ്ധവ് താക്കറയുടെ ഒരു പ്രഖ്യാപനമുണ്ട്, ബാബറി മസ്ജിദ് പൊളിച്ചത് വളരെ ശരിയായിട്ടുള്ള നിലപാടാണ് എന്ന്. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബാബറി മസ്ജിദ് പൊളിച്ചത് ശരിയായ നിലപാടാണെന്ന് പറയാതെ ഇനി ഉദ്ധവ് താക്കറേക്ക് അയാളുടെ ഗ്രൗണ്ട് വീണ്ടെടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നു. മറുവശത്ത് സമാജ്വാദി പാർട്ടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഉത്തർപ്രദേശ്. അപ്പം അവിടെ മുസ്ലിം വോട്ട് വളരെ പ്രധാനമാണ്. അതായത് ഉദ്ധവ് താക്കറെയുമായി കൈകോർത്തുകൊണ്ട് ഈ ബാബറി മസ്ജിദ് പൊളിച്ചത് ശരിയാണെന്ന് പറയുന്ന ഒരു നേതാവുമായി കൈകോർത്തുകൊണ്ട് സമാജ്വാദി പാർട്ടിക്ക് അവിടെ മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഒരു ആശയപരമായ ഭിന്നിപ്പുണ്ടാകുന്നു. സമ്പൽ വിഷയത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ വീഴ്ചയില്ലേ? സമ്പൽ വിഷയത്തിൽ നേരെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. അതിനകത്ത് അഖിലേഷ് യാദവ് വളരെ കൃത്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തി, നമുക്ക് ഒരുമിച്ചല്ലേ യാത്ര ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം എന്താ, 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും അവിടെ മത്സരിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനും മുസ്ലിം വോട്ട് പിടിച്ചേ പറ്റുള്ളൂ. ആ അർത്ഥത്തിൽ അവിടെ ഒരു ഭിന്നിപ്പുണ്ടാകുന്നു. ഈ തർക്കങ്ങൾ അതിശക്തമല്ലേ എന്ന് മാത്രമല്ല, ഇപ്പം CPI നേതാവായിട്ടുള്ള D രാജ പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് കുറച്ചുകൂടി അക്കോമഡേറ്റീവ് ആകേണ്ടതുണ്ട്, കോൺഗ്രസ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി പറയുന്ന കോർഡിനേഷൻ നടത്താൻ മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നിലപാട് CPI എടുക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ഡിസംബർ 6 മമതാ ബാനർജി പ്രഖ്യാപിക്കുന്നത്. എന്താണ് പ്രഖ്യാപിച്ചത്?
ഞാൻ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന്. ദാ ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്തുണ വന്നില്ലേ? NCPയുടെ ശരത് പവാർ പിന്തുണയ്ക്കുന്നു, ഇന്നിപ്പോൾ ലാലു പ്രസാദ് യാദവ് പിന്തുണയ്ക്കുന്നു. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഈ ഫ്ലോറിൽ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നാൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയെ നയിക്കാൻ മറ്റൊരു നേതൃത്വം ഉണ്ടാകുന്നത് നല്ലതാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാക്കി. ഇപ്പോൾ മുമ്പ് കോൺഗ്രസ് നേരിട്ടൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. കോൺഗ്രസിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെയായിരുന്നു പാർട്ടിയുടെ പ്രസിഡന്റ്. അതിശക്തമായൊരു എതിർപ്പ് പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു. അന്നാണല്ലോ ഈ ഒരു നേതാവിന് ഒരു പദവി, അല്ലെ, ഒരു പദവി എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് നരസിംഹറാവുവിനെതിരായിട്ട് വലിയ ശക്തമായ ഉൾപാർട്ടി പോരാട്ടം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് പ്രസിഡന്റ് സ്ഥാനം നരസിംഹറാവു രാജിവെച്ചുകൊണ്ട് സീതാറാം കേസരിയെ പ്രസിഡന്റ് ആക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് കോൺഗ്രസിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. സോണിയാഗാന്ധി പ്രസിഡന്റ് ആയിരിക്കുന്നു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്നു, ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ പിന്നെ പാർട്ടിയുടെ അധ്യക്ഷനായിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു ഡിവിഷൻ ഇന്ത്യ മുന്നണിയിലും വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. രാഹുൽ ഗാന്ധി ഫ്ലോറിൽ നിശ്ചയമായും പിന്നെ ഇന്ത്യ മുന്നണിയെ നയിക്കട്ടെ. അതേസമയം ശരത് പവാറിനെ പോലെയോ അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിനെ പോലെയോ അല്ലെങ്കിൽ മമതാ ബാനർജിയെ പോലെയോ ഒരു നേതാവ് ഈ ഇന്ത്യ മുന്നണിയെ നയിക്കാനുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉത്തരവാദിത്വം ഉണ്ടാവൂ എന്നുള്ളതാണ്. അവിടെയും ഇവിടെയും ഒക്കെ ഒറ്റ നേതാവ്, ഒരു പാർട്ടി തന്നെ നയിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് പലപ്പോഴും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ പലരെയും പ്രേരിപ്പിക്കും. അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ വിള്ളലുകൾ ഉണ്ടാകും, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നേതാവായി തുടരുകയും മമതാ ബാനർജിയെ പോലെ വളരെ ശക്തിയായ ഒരു നേതാവ് വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും നല്ലത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ മുന്നണി ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ പ്രതിപക്ഷത്തിൽ ശക്തമായി വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു തരത്തിലുള്ള മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു വാർത്ത കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഇന്ത്യ മുന്നണിയുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു മീറ്റിംഗും നടന്നിട്ടില്ലെന്നേ. ഫ്ലോർ കോർഡിനേഷൻ പോലും ശരിയല്ല. ഇപ്പോൾ കഴിഞ്ഞ 11 ദിവസമായിട്ട് പാർലമെന്റ് നടക്കുകയാണ്. ആ പാർലമെന്റിൽ എല്ലാ ദിവസവും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? അദാനി വിഷയം മാത്രമാണ്. എന്നാൽ മറ്റു പാർട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റു പല പ്രശ്നങ്ങളും ഉന്നയിക്കാനുണ്ട്. ഇന്ത്യ മുന്നണിയിൽ തന്നെ കർഷക മാർച്ചിന്റെ പ്രശ്നം സമാജ്വാദി പാർട്ടിക്ക് ഉന്നയിക്കാനുണ്ടെന്നേ. കർഷക മാർച്ചിൽ സംഘർഷം നടക്കുന്നു, കർഷകരുടെ പ്രശ്നം അവർക്ക് ഉന്നയിക്കാനുണ്ട്. സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന പ്രശ്നം തൃണമൂൽ കോൺഗ്രസിന് ഉന്നയിക്കാനുണ്ട്. ഈ രീതിയിൽ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുണ്ട്. അതൊന്നും നടത്താതെ അദാനി വിഷയത്തിൽ മാത്രം കോൺഗ്രസ് കേന്ദ്രീകരിക്കുകയും അതിൻ്റെ മേളിൽ പാർലമെന്റിൽ ബഹളം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒറ്റ പ്രതിഷേധത്തിലും അദാനിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ സമാജ്വാദി പാർട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. തൃണമൂൽ കോൺഗ്രസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇന്ത്യ ബ്ലോക്ക് ഒന്നിച്ചല്ല ആ പ്രതിഷേധങ്ങളൊന്നും നടത്തുന്നത്. അപ്പോൾ അത് വളരെ വിചിത്രമായൊരു സാഹചര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ മുന്നണിയിൽ ഒരു ഭിന്നിപ്പുണ്ടാകുന്നു. ഒട്ടും തന്നെ ആശാസ്യമല്ല. എന്ന് മാത്രമല്ല BJP വളരെ രസകരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആ ഫ്ലോറിൽ തന്നെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഈ ആളുകൾ ഇരിക്കുന്നതിനകത്തൊരു അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ. ആ അറേഞ്ച്മെന്റ് പാടെ അങ്ങ് തകർത്തു. എന്നിട്ട് കോൺഗ്രസിനെ ഒരു ബ്ലോക്കാക്കി ഇരുത്തി, അതേപോലെ സമാജ്വാദി പാർട്ടിയെ വേറൊരു ബ്ലോക്കാക്കി ഇരുത്തി, DMKയെ വേറൊരു ബ്ലോക്കാക്കി ഇരുത്തി. അങ്ങനെ വളരെ രസകരമായിട്ട് ആ ഫ്ലോർ അങ്ങ് മാനേജ് ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ പ്രതിഷേധങ്ങളുണ്ട്. വേണ്ട രീതിയിൽ ഒപ്പോസിഷൻ ലീഡർ എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഒരു ഇൻപുട്ട് കൊടുത്തിട്ടില്ല സ്പീക്കറിൻ്റെ സെക്രട്ടേറിയറ്റിലേക്ക് എന്നുള്ള പരാതി അഖിലേഷ് യാദവിനുണ്ട്. താങ്ക് യു കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സീറ്റിലിരുന്നത്, പാർലമെൻറ്റിലെ സീറ്റിലിരുന്നത്. വേണ്ടത്ര കാഴ്ചാൽ ആദ്യം എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഇരിക്കണം, അഖിലേഷ് യാദവ് ഇരിക്കണം, DMKയുടെ നേതാവ് ഇരിക്കണം. ആ രീതിയിൽ ഇന്ത്യ ബ്ലോക്ക് അങ്ങനെ തന്നെ ഒരു പ്രതിപക്ഷ ഐക്യനിര പെട്ടെന്ന് തന്നെ കാണത്തക്ക വിധത്തിൽ സംഭവിക്കേണ്ടതാണ്. അതിനുവേണ്ടി ഒരു മുൻകൈയും കോൺഗ്രസ് എടുത്തിട്ടില്ല എന്നുള്ള പരാതി സഖ്യകക്ഷികൾക്കുണ്ട്. ഈ രീതിയിലൊക്കെ വളരെ ഭംഗിയായിട്ട് NDAയും അവരുടെ കാർഡിറക്കി കളിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് രാജ്യത്തെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി ആധിപത്യം പിടിക്കാൻ ശ്രമിക്കാതെ, ഏതെങ്കിലും ഒരു നേതാവ് ആധിപത്യം പിടിക്കാൻ ശ്രമിക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമായി വിവേകപൂർണ്ണമായ തീരുമാനമെടുക്കേണ്ട പാർട്ടികളാണ് ഈ പാർട്ടികളെല്ലാം. അതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് കോൺഗ്രസിനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിന് ഫ്ലോറിൽ, പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ ഒരു ലീഡർഷിപ്പ് ഉണ്ടാവട്ടെ. എന്നാൽ ഇന്ത്യ മുന്നണിയെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ വളരെ എനർജറ്റിക്കായ മറ്റൊരു നേതാവ് നയിക്കട്ടെ. ആ രീതിയിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആവശ്യം. അപ്പോൾ മാത്രമാണ് അഭിപ്രായ ഐക്യം രൂപപ്പെടുക. അത് ഏകാധിപത്യപരമായി പോകരുത്, ഏകപക്ഷീയമായി പോകരുത് എന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ നിലപാട്. ഞാൻ സുജയയിലേക്ക് കൂടി പോയിട്ട് വരാം. സുജയ, ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വരുന്നു. ആര് നയിക്കണമെന്ന ചോദ്യത്തിൽ പോലും ഇപ്പോൾ രണ്ടഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു. രാഹുൽ ഗാന്ധി എന്ന് കോൺഗ്രസ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ മമതാ ബാനർജി വരട്ടെ എന്ന അഭിപ്രായം ചുരുങ്ങിയ പക്ഷം NCPക്കുണ്ട്, ഒപ്പം RJDക്കുണ്ട്. വിള്ളലുണ്ടോ? വിള്ളലെന്നല്ല, വലിയൊരു ഗർത്തം ഈ മുന്നണിയിലെ കക്ഷികൾക്കിടയിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അതിനെ ഒരു ചെറിയ വിള്ളൽ അല്ലെങ്കിൽ വെറുതെ ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് പറയേണ്ടി വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിൽ തന്നെ ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അതായത് ഇന്ത്യ മുന്നണി ഒരു അലയൻസ് ഓഫ് കൺവീനിയൻസ് ആണ്, സൗകര്യത്തിന് വേണ്ടി രൂപം കൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതേ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാകണമെങ്കിൽ ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ
മുന്നണി അധികാരത്തിലെത്തണമായിരുന്നു. അധികാരത്തിലെത്തിയെങ്കിൽ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സഖ്യമായി അത് മുന്നോട്ട് പോയേനെ. അധികാരം കിട്ടാതെ വരികയും മൂന്നാം ഊഴം നരേന്ദ്രമോദിക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആ മുന്നണിയുടെ കെട്ടുറപ്പിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അഭിപ്രായ രൂപീകരണങ്ങൾ വരുന്നത്. മല്ലികാർജുൻ ഖർഗെയാണ് ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഈ ഇന്ത്യ ബ്ലോക്കിൻ്റെ ചെയർപേഴ്സണായി നിലവിൽ നിൽക്കുന്നത്. മല്ലികാർജുൻ ഖർഗെയാണ്. അപ്പോൾ മല്ലികാർജുൻ ഖർഗെയെ മാറ്റണമെന്നല്ല, രാഹുൽ ഗാന്ധി വേണ്ട എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി വേണ്ട എന്ന് പറയുമ്പോൾ മല്ലികാർജുൻ ഖർഗെ ചെയർപേഴ്സണായി തുടരുന്നതിനോടുള്ള ഒരു എതിരഭിപ്രായമായി അതിനെ കാണാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി വേണ്ട, കാരണം രാഹുൽ ഗാന്ധി കേപ്പബിൾ അല്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുന്നു എന്ന് പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു സൂചനയാണ്. അങ്ങനെ ഒരു സൂചന നൽകുന്നതിൻ്റെ കാരണം എന്താണ്? അത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് അല്ല, മഹാരാഷ്ട്രയും ഹരിയാനയുമാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഇടങ്ങളിൽ ജമ്മുകശ്മീരിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പരാജയം എത്രയാണ്? നാമമാത്രമാണ്. പക്ഷേ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അങ്ങനെയാണോ? ഹരിയാന ഒരു ലെസണായി എടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടൊരു തിരിച്ചുവരവിന് സാധിച്ചില്ല? അതൊരു വലിയ ചോദ്യമാണ്. ഇത്ര വലിയ തകർച്ചയിലേക്ക് മഹാരാഷ്ട്രയിൽ എതിർകക്ഷി പോകുന്നത് എത്രയോ കാലത്തിന് ശേഷമാണ്. ഇങ്ങനെയൊരു സമഗ്രാധിപത്യത്തിലേക്ക് 8 മാസം മുൻപ് തകർന്നടിഞ്ഞു കിടന്നിരുന്ന ഒരു സംഘം ഉയർത്തെഴുന്നേറ്റ് വരുന്നതിനെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ആ ചോദ്യങ്ങളൊക്കെ കോൺഗ്രസിന് നേരെയാണ് പ്രധാനമായും വരുന്നത്. നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ, ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ, കോൺഗ്രസ്സാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നേടിയത്. 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ട് ആ പെർഫോമൻസ് ആവർത്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല? അല്ലെങ്കിൽ സമാനമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഒരു വർഷം പോലും ആയിട്ടില്ല, എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഒരു ലക്ക് മാത്രമായിരുന്നു, മെറിറ്റ് അല്ല എന്ന് സഖ്യകക്ഷികൾ തിരിച്ചറിയുന്നോ എന്നതാണ് അവരുയർത്തുന്ന ചോദ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ലീഡർ വിത്ത് എ ബ്രോഡർ അക്സെപ്റ്റൻസ്, അത് രാഹുൽ ഗാന്ധിയല്ല, മമതാ ബാനർജിയാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം രാഹുൽ ഗാന്ധി നല്ല നേതാവാണ്, രാഹുൽ ഗാന്ധിയുടേതായ ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അക്സെപ്റ്റബിളായ ഒരു നേതാവായി ഇന്ത്യ ബ്ലോക്കിനുള്ളിൽ രാഹുൽ ഗാന്ധി മാറിയിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, നടത്തുന്ന ഭാരത് ജോഡോ യാത്ര തുടങ്ങി കാര്യങ്ങൾക്കൊക്കെ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു സഖ്യമുണ്ടാക്കുമ്പോൾ, ഒരു മുന്നണി ഉണ്ടാക്കുമ്പോൾ, ഒരു ബ്ലോക്കായിരിക്കുമ്പോൾ അതിലെ എല്ലാവർക്കും അക്സെപ്റ്റബിളായ ഒരു ലീഡറായി മാറണം. നോക്കൂ, NDAയിലേക്ക് അവിടെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? സഖ്യകക്ഷികൾ തമ്മിൽ അടിച്ചു പിരിയുമെന്നല്ലേ? കെട്ടുറപ്പോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്ന് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസിനേക്കാൾ ബെറ്റർ പെർഫോമൻസിലേക്ക് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പോകാൻ BJPക്ക് കഴിയുന്നു എന്നുള്ളത് NDAക്കൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾക്ക് അവരുടെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകമായി മാറുകയാണ്. അപ്പോഴാണ് മറുഭാഗത്ത് ഇന്ത്യ മുന്നണി ചിതറിത്തെറിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിലെ സാഹചര്യത്തെ ഞാൻ അങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ചിതറിത്തെറിക്കുകയാണ്, അതായത് ഓരോരുത്തരായി വിട്ടുപോകാനുള്ള ഒരു മാനസികമായ തീരുമാനത്തിലേക്ക് എത്തുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്, സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇവിടെ ഒന്നാമത്തെ തെറ്റ് സംഭവിച്ചത് അദാനിക്കെതിരെ തിരിയുമ്പോൾ, അദാനിക്കെതിരായ പ്രതിഷേധം 1-ാം ദിവസം മുതൽ കൊണ്ടുവരുമ്പോൾ കൂടെയുള്ളവരെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ, ഇപ്പോൾ നമ്മൾ 3 പേരും ചേർന്നൊരു കാര്യം പറയാനായി തീരുമാനിക്കുകയാണെങ്കിൽ മറ്റ് 2 പേരുമായി അറ്റ്ലീസ്റ്റ് അത് പറഞ്ഞിരിക്കുകയെങ്കിലും വേണം. അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് ഇതാണ് നമ്മൾ ഉന്നയിക്കാൻ പോകുന്ന വിഷയം എന്നുള്ള ഒരു ഏകാഭിപ്രായത്തിലേക്ക് ഒരു ബ്ലോക്കായിരിക്കുമ്പോൾ, ഒരു മുന്നണിയായിരിക്കുമ്പോൾ, ഒരു സഖ്യമായിരിക്കുമ്പോൾ ചെയ്യേണ്ട മിനിമം മര്യാദയാണ്. അതുണ്ടായില്ല എന്ന് വ്യക്തമാക്കുന്നത് ഈ ശീതകാല സമ്മേളനത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ. 1-ാമത്തെ ദിവസം തന്നെ ഈ അദാനി വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള സ്തംഭനത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് ഓപ്പണായി തന്നെ പറയുകയാണ്. പരസ്യമായ പ്രസ്താവനയിലേക്ക് അവർ പോവുകയായിരുന്നു. ഇതല്ല വിഷയം എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് 1-ാമത്തെ ദിവസം തന്നെ രംഗത്ത് വരികയാണ്. അവിടെ മുതൽ ഇന്ത്യ മുന്നണിയുടെ കൃത്യമായിട്ടുള്ള ഈ വിഭജനം, അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ ഉണ്ടാകുന്ന പൊട്ടലും ചീറ്റലും കൃത്യമായി ആളുകളുടെ മുന്നിലേക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. സമാജ്വാദി പാർട്ടി ആദ്യ ദിവസം പറഞ്ഞത് സംഭൽ വർഗീയ സംഘർഷം ചർച്ച ചെയ്യണമെന്നാണ്. സംഭലാണോ അദാനിയാണോ പ്രധാന വിഷയം എന്ന് മുന്നണിക്കുള്ളിൽ ചോദിച്ചാൽ മുന്നണിക്കുള്ളിൽ കൂടുതൽ വെയിറ്റേജ് കിട്ടുക സംഭലിന് തന്നെയാണ്. സംഭൽ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് ആ മുന്നണിയിലെ എല്ലാ കക്ഷികളും എത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോഴാണ് കോൺഗ്രസ് സ്വന്തം താല്പര്യപ്രകാരം അദാനി എന്ന വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അവിടെയാണ് ഫ്ലോർ മാനേജ്മെന്റ് ഫസ്റ്റ് ഡേ തന്നെ, ഇനിഷ്യൽ ഡേ തന്നെ പാളുകയാണ്. ഇനി മുസ്ലിം ലീഗ് കേരളത്തിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി ആരാണ്? മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് ഏത് വിഷയമാണ്? സംഭൽ വിഷയമാണ്. സംഭൽ വിഷയത്തിൽ നോട്ടീസ് നൽകുന്നത് മുസ്ലിം ലീഗാണ്. അതും കേരളത്തിൽ നിന്ന് എത്ര MP-മാരുണ്ട്? കോൺഗ്രസിൻ്റെ എത്ര MP-മാരുണ്ട്? അതുകൂടി ഒന്ന് കണക്കാക്കണം. AICCയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുള്ള MP-യാണ്. ഈ സംഭൽ വിഷയത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാമല്ലോ, രാഹുൽ ഗാന്ധിക്ക്. മറ്റു വിഷയങ്ങളിലൊക്കെ ഉപദേശിക്കുന്ന KC വേണുഗോപാലിന് രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. സംഭൽ വിഷയമാണ്. ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു, മറ്റു കക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നു, സമാജ്വാദി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു. UPയിൽ ഏറ്റവും പ്രധാനം സമാജ്വാദി പാർട്ടിയുമായുള്ള ടൈപ്പ് അല്ലേ?
ആ സമാജ്വാദി പാർട്ടിയെ ഒപ്പം കൂട്ടിയത് കൊണ്ടല്ലേ കോൺഗ്രസിന് UP-യിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള സീറ്റ് ഷെയറിങ്ങിനടക്കം ഒന്നിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് കൂടി അനുകൂലിക്കാൻ കഴിയുന്ന സ്വീകാര്യമായിട്ടുള്ള ഒരു ഫോർമുലയിലേക്ക് വിഷയങ്ങൾ ഉന്നയിക്കുന്നതിലേക്ക് എത്തണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. DMK അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുത്തത് മണിപ്പൂർ കലാപത്തിലാണ്. കോൺഗ്രസ് മണിപ്പൂരും വിട്ടു. ഈ വിഷയങ്ങളെല്ലാം വിട്ടുകൊണ്ടാണ് അദാനിയിലേക്ക് ഫോക്കസ് ചെയ്തത്. അതാണ് ഈ റിഫ്റ്റിന് ഇപ്പോൾ കുറച്ചുകൂടി ആക്കം കൂട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ലാലു പ്രസാദ് യാദവിൻ്റെ പിന്തുണ അത് ഒരു വെറുതെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ബീഹാർ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്, ബീഹാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. കൃത്യമായി അതിലെ സീറ്റ് ഷെയറിങ്ങിലടക്കം കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായി വേണം ലാലു പ്രസാദ് യാദവ് മമതാ ബാനർജി നയിക്കട്ടെ എന്ന് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഹരിയാന മഹാരാഷ്ട്ര തിരിച്ചടിക്ക് ശേഷമാണ് ഈ നേതൃമാറ്റം കൂടുതൽ ചർച്ചയാകുന്നത്. ഹരിയാനയ്ക്ക് ശേഷം അത്രയ്ക്ക് വിസിബിൾ ആയിരുന്നില്ല, പക്ഷേ മഹാരാഷ്ട്രയ്ക്ക് ശേഷം നല്ലതുപോലെ വിസിബിൾ ആണ്. അത് അവിടെ മഹാവികാസ് അഘാഡിക്കുള്ളിൽ നിന്നാണ് ശക്തമായി വരുന്നത്. ശരത് പവാറൊക്കെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ സഞ്ജയ് റാവത്തിൻ്റെ പ്രതികരണം ഇന്നും വരുന്നുണ്ട്. ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം എല്ലാവരും മമതാ ബാനർജി എന്ന ഒറ്റ പേരാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിൽ നിതീഷ് കുമാർ, മമതാ ബാനർജി, ശരത് പവാർ, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങി മുതിർന്ന നേതാക്കളുടെ എല്ലാവരുടെയും പേരുകൾ, അഖിലേഷ് യാദവ് തുടങ്ങി എല്ലാവരുടെയും പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഇടത്ത് നിന്ന് ഇപ്പോൾ ഒരേ ഒരു പേരെ പറയുന്നുള്ളൂ. മാത്രമല്ല ആ പേരാരുടെയാണോ പറയുന്നത് അതേ മമതാ ബാനർജി ഞാൻ തയ്യാറാണ് നയിക്കാൻ, നിങ്ങൾ എല്ലാവരും തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഞാൻ തയ്യാറാണ് എന്നൊരു അഭിമുഖത്തിൽ അവർ പറഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പോൾ ആരുടെ പേരാണോ പ്രപ്പോസ് ചെയ്യുന്നത് അയാൾ ഞാൻ തയ്യാറാണ് എന്നുകൂടി പറയുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മാത്രം നിന്ന് എതിർക്കുന്നത് ശരിയാകില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത് കൂടുതൽ ചർച്ചയാകും എന്നുള്ളതും ഉറപ്പാണ്. ഇവിടെ ഈ സീറ്റ് ഷെയറിംഗ് പ്രോസസ്സ് അത് മിക്കവാറും അടിച്ചു പിരിയാനുള്ള ഒരു സാധ്യത കൂടി ഞാൻ കാണുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിയായിട്ടൊന്നും മത്സരിക്കേണ്ട, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശക്തി തെളിയിച്ച് മത്സരിക്കാം എന്ന രീതിയിലേക്ക് അവസാനം ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുചെന്നെത്തിക്കുന്ന തരത്തിലാണിപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. മമതാ ബാനർജി നേതൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്ത്യ ബ്ലോക്കിലേക്ക് അഡീഷണലായിട്ട് വരാൻ പോകുന്നത് YSRCP ആണ്. YSRCPയുടെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു. ഞങ്ങൾ വില്ലിംഗ് ആണ്. മമതാ ബാനർജി ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയാണെങ്കിൽ, അതായത് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലേക്കല്ല, മമതാ ബാനർജി നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ലീഡർ വിത്ത് ബ്രോഡർ അക്സെപ്റ്റൻസ് അത് മമതാ ബാനർജിക്കാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നേടിയെടുത്ത വിജയം അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടല്ല. അതുകൂടി നമ്മൾ കാണണം. BJPക്കെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ കരുത്തുള്ള ആളാണെന്ന് തെളിയിച്ചാണ് മമതാ ബാനർജി നിൽക്കുന്നത്. കോൺഗ്രസ് നേടിയ 99 സീറ്റുകളുടെ നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളുടെ കൂടി ബലത്തിലാണ്, ഒറ്റയ്ക്ക് കിട്ടുന്നതല്ല. അപ്പോൾ മമതാ ബാനർജിയാണോ രാഹുൽ ഗാന്ധിയാണോ കൂടുതൽ വെയിറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നേതാക്കളെല്ലാവരും അവർ ഈ രാഷ്ട്രീയം ഇത്രയും വർഷമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ്. അവർക്കെല്ലാവർക്കും ഏകാഭിപ്രായം മമതാ ബാനർജി എന്ന പേരിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അത് അവരുടെ കേപ്പബിലിറ്റി കണ്ടിട്ട് തന്നെയാണ്, അവരൊരു ഫൈറ്ററാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇനി കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം, കോൺഗ്രസ് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കോൺഗ്രസ് ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് പോകണം. എല്ലാവരെയും ഒന്ന് പരിഗണിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ കോൺഗ്രസ് പോവുകയാണെങ്കിൽ കോൺഗ്രസിന് ഇനിയും ഇതിനെ ഒന്നുകൂടി ഒന്ന് കൊഹസീവ് ആക്കി നിർത്താനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കോൺഗ്രസ് സെൻട്രിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അതാണ് ഇനിയിപ്പോൾ മാറേണ്ടത്. കോൺഗ്രസ് തങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ചുറ്റും നിൽക്കുന്ന മറ്റ് പാർട്ടികൾ അവരിലും ഉള്ള അവർ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങളൊന്നും കണക്കിലെടുക്കാതെ ഈ അദാനി വിഷയത്തിൽ പറ്റിപ്പോയി, ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മൊത്തം പൊട്ടിത്തകർന്ന് ചിതറിത്തെറിച്ച് പടക്കം പൊട്ടുന്നത് പോലെ പല വശത്തോട്ടും ആയിപ്പോകും. അപ്പോൾ ഈ സഖ്യം കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് പോരാ എന്ന ഒരു തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസിന് ഇതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് അവരാണ്. ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടായാൽ മാത്രമേ കാര്യമുള്ളൂ. എന്തായാലും പ്രൊട്ടസ്റ്റ് മെതേഡുകളിലെല്ലാം കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി പാളി നിൽക്കുകയാണ്. അവിടെയെല്ലാം NDAക്ക് നല്ല രീതിയിൽ മുന്നേറാനും കഴിഞ്ഞിട്ടുണ്ട്, ഒരു അപ്പർ ഹാൻഡ് നേടാനും കഴിഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ എന്തായാലും ഇത് നിരീക്ഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി കൊള്ളില്ല, രാഹുൽ ഗാന്ധി പോരാ എന്ന് ഇന്ത്യ മുന്നണി തന്നെ പറയുമ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനു പറയണം, നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ എന്ന് മറുഭാഗത്ത് NDAയും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കളിയാക്കി ചിരിക്കുന്നുണ്ട് എന്നതുകൂടി കോൺഗ്രസ് കാണേണ്ടതുണ്ട്. ഓക്കെ, ഒരിടവേള കൂടി. ഇന്ത്യ മുന്നണിയിൽ വിള്ളലും എന്നാണ് ചോദ്യം. വിള്ളലുണ്ട്, ഒരു അഭിപ്രായ ഭിന്നത വളരെ ശക്തമായി വളരുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത് ശക്തമായി പ്രതിഫലിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് തുടക്കത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ പങ്കുവച്ചൊരു ആശങ്ക ഇന്ത്യ മുന്നണിക്കൊരു കെമിസ്ട്രി ഉണ്ടോ, അരിത്തമാറ്റിക്സ് ഉണ്ട് എന്നാണ്. അഥവാ കണക്കുണ്ട്, കെമിസ്ട്രി ഇല്ല എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും സംസ്ഥാനങ്ങളിൽ വിഭജിച്ച് നിൽക്കുന്ന ആളുകൾ ഒരു പൊതുശത്രുവിനെതിരെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഒരുമിച്ച് കൂടുന്നു എന്നതിനുമപ്പുറം അതൊരു എൻഡ്യൂറിംഗ് ആയ, നിലനിൽക്കുന്ന സ്ഥായിയായ ഒരു മുന്നണിയായി ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം പ്രവർത്തിക്കാൻ കഴിയുമെന്നതായിരുന്നു എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നത്. 2 കാരണങ്ങളാണ്. ഒന്ന്, ഒരു മുന്നണിക്കൊരു കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തിക്കണം. ആ കോർഡിനേഷൻ കമ്മിറ്റിയെ
പൊതുവായിട്ട് എല്ലാവരും പിന്തുണയ്ക്കുന്ന ഒരു നേതാവ് നയിക്കണം. നിലവിൽ ഇന്ത്യ മുന്നണി എടുത്താൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും അപ്പുറം മറ്റൊരു നേതാവിനെ ഇന്ത്യ മുന്നണിയിൽ അത്തരം പൊതുസ്വീകാര്യനായ ഒരു നേതാവായിട്ട് കണക്കാക്കാൻ കഴിയില്ല. UPA പ്രവർത്തിച്ചപ്പോൾ ഉള്ളതുപോലെയോ UPA 1 or 2 പ്രവർത്തിച്ചിട്ടുള്ളപ്പോഴുള്ള ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി നയിക്കാൻ സ്വീകാര്യനായ ഒരു നേതാവിൻ്റെ അസാന്നിധ്യം ഇന്ത്യ മുന്നണിയിലുണ്ട്. ഇന്നിപ്പോൾ ആ അസാന്നിധ്യത്തിൻ്റെ വിടവ് നികത്താൻ വേണ്ടിയാണ് മമതാ ബാനർജിയുടെ പേര് ശരത് പവാർ നിർദ്ദേശിക്കുന്നത്, RJD നേതാവ് ലലു പ്രസാദ് യാദവ് പിന്തുണയ്ക്കുന്നത്. എപ്പോഴാണ് ഏറ്റവും ഒടുവിലത്തെ വിഷയങ്ങൾ ആരംഭിക്കുന്നത്? നോക്കൂ, ഈ വിന്റർ സെഷൻ എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാത്തിരുന്നത്. ലോക്സഭയിലെ തിളക്കമാർന്ന വിജയത്തിനു ശേഷം ആദ്യത്തെ പാർലമെൻറ്റിൻ്റെ സെഷൻ വരുന്നു. ആ സെഷനിൽ, ബഡ്ജറ്റ് സെഷനിൽ വളരെ ശക്തമായിട്ട് ഐക്യത്തോടു കൂടി നിൽക്കുന്ന ഒരു ഇന്ത്യ മുന്നണി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ രാഹുൽ ഗാന്ധിയുടെ മിന്നുന്ന പ്രകടനങ്ങൾ കാണുന്നു. പക്ഷേ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് മഹാരാഷ്ട്രയിൽ ദയനീയമായി പരാജയപ്പെടുന്നു, ഹരിയാനയിൽ ദയനീയമായി പരാജയപ്പെടുന്നു. ജമ്മു കാശ്മീരിലാണെങ്കിൽ കോൺഗ്രസിന് നാഷണൽ കോൺഫറൻസിൻ്റെ ചിറകിലേറി മാത്രം വിജയിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നു. JMMൽ മാത്രം, അതും ജാർഖണ്ഡിൽ JMMൻ്റെ പിന്തുണയോടുകൂടി മാത്രം ഇന്ത്യ മുന്നണിക്ക് സീറ്റ് നിലനിർത്താൻ കഴിയുന്ന അവസ്ഥയുണ്ടാവുന്നു. അങ്ങനെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. അവിടെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവുന്ന ഒരു സ്വാഭാവികമായി മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥത വളരെ പ്രകടമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അസ്വസ്ഥതയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലോക്സഭയിലെ ഈ വിന്റർ സെഷനിൽ ഒരു ഫ്ലോർ മാനേജ്മെൻറ്റ് കൂടി പരാജയപ്പെടുമ്പോൾ ആ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ലോക്സഭയിൽ നേരത്തെ ഇവിടെ സുജയും ഉണ്ണി ബാലകൃഷ്ണനും സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത വിഷയങ്ങളിലായിട്ടാണ് നിങ്ങൾ ഒരു ലോക്സഭയിലെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത് തന്നെ. ഈ ലോക്സഭ കൂടുന്നതിന് മുമ്പായി ഇന്ത്യ മുന്നണി സ്ട്രാറ്റജിക്കലായി ഒരു തീരുമാനവും എടുത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, എത്രയേറെ വിഷയങ്ങൾ പാർലമെൻറ്റിന് പുറത്ത് ചർച്ച ചെയ്യുന്നു. ഒന്ന്, നമ്മുടെ കർഷക തൊഴിലാളികൾ UPയുടെയും ദില്ലിയുടെയും പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും അതിർത്തികളിൽ സമരം ആരംഭിച്ചിരിക്കുന്നു. അവർ മിനിമം സപ്പോർട്ട് പ്രൈസ് വേണമെന്നും അതിൽ ലീഗൽസ് ഗ്യാരണ്ടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സമരം നിൽക്കുകയാണ്. ആ സമരം പാർലമെൻറ്റിൽ ഉന്നയിക്കാനായോ? മിഡ് ഡേ മീൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരം പാർലമെൻറ്റിന് പുറത്ത് നടക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ പാർലമെൻറ്റിന് പുറത്തുണ്ട്. ഇതേതെങ്കിലും ഒന്ന് ഏറ്റെടുക്കാൻ സാധിച്ചോ? ഈ ഒരൊറ്റ വിഷയവും നിലവിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ഏറ്റെടുത്ത് പാർലമെൻറ്റിൽ ഉന്നയിക്കാനായില്ല എന്നതാണ് ഇന്ത്യ മുന്നണി നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായ പാർലമെൻറ്റിലെ ഫ്ലോർ മാനേജിൽ സംഭവിച്ചിരിക്കുന്ന ദയനീയമായ പരാജയം. പകരം അവർ ഏറ്റെടുത്ത വിഷയം നോക്കൂ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അദാനി മുഖ്യ വിഷയമാവുന്നു, സമാജ്വാദി പാർട്ടിക്ക് സംഭൽ മുഖ്യ വിഷയമാവുന്നു, മണിപ്പൂർ മുഖ്യ വിഷയമാവുന്നു മമതാ ബാനർജിക്ക്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക വിവേചനം ചർച്ചയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് വലിയ ചർച്ചയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു, വയനാട് ചർച്ചയാക്കാൻ CPI ആഗ്രഹിക്കുന്നു, മണിപ്പൂർ ചർച്ചയാക്കാൻ DMK ആഗ്രഹിക്കുന്നു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ പ്രാദേശിക കക്ഷികളെല്ലാം വ്യത്യസ്ത വിഷയങ്ങളിലൂന്നി അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസ് നൽകുന്ന അസാധാരണമായ കാഴ്ചയ്ക്ക് നമ്മൾ ഈ വിന്റർ സെഷനിൽ സാക്ഷ്യം വഹിക്കുകയാണ്. അവിടെയാണ് ഫ്ലോർ മാനേജ്മെൻറ്റിൽ ദയനീയമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുന്നു എന്ന പ്രതീതി ഉണ്ടാവുന്നത്. ഈ അദാനി ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രം നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. അതിനുശേഷം സമാജ്വാദി പാർട്ടി സംഭൽ വിഷയത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ലീഗ് ആദ്യം യാത്ര നടത്തുന്നു, അതിനുശേഷം സമാജ്വാദി പാർട്ടി യാത്ര നടത്തുന്നു. അതിനെ തുടർന്ന് ഉത്തർപ്രദേശിലെ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ അപകടം മണത്തറിയുന്ന കോൺഗ്രസ് ഒറ്റയ്ക്ക് സംഭലിലേക്ക് യാത്ര പുറപ്പെടാനിറങ്ങുന്നു. അത് പാതി വഴിയിൽ വെച്ച് തടയുന്നു. ഇതിനെയൊക്കെ ഒരു ഷോ പീസ് എന്ന നിലയിലാണ് സമാജ്വാദി പാർട്ടി വിശേഷിപ്പിക്കുന്നത് പോലും. നോക്കൂ, സംഭലിലേക്കുള്ള കോൺഗ്രസിൻ്റെ യാത്രയെപ്പോലും വിശ്വാസത്തിലെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സമാജ്വാദി പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത്, I can run India block if they can't lead എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ യഥാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടി ചോദിക്കുന്നു, കേപ്പബിൾ ലീഡറാണ് എന്നാണ് ശരത് പവാർ പറയുന്നത്. ഇന്ന് ലാലു പ്രസാദ് യാദവ് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒന്നും എതിർപ്പ് കണക്കാക്കേണ്ടതില്ല, മമത നയിക്കട്ടെ എന്നാണ്. അനുകൂലമായ പ്രതികരണങ്ങൾ ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തു നിന്നും വരുന്നു, NCPയുടെ ഭാഗത്തു നിന്ന് വരുന്നു. സമാജ്വാദി പാർട്ടിയിലെ രാംഗോപാൽ യാദവ് പറയുന്നു നിലവിൽ മല്ലികാർജ്ജുൻ ഖർഗെയാണ്, അടുത്തത് രാഹുൽ ഗാന്ധി ആകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയുടെ
മുന്നോട്ടുള്ള പോക്കിനുള്ള ഒരു സ്വീകാര്യനായ നേതാവായി പരിഗണിക്കാൻ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് കഴിയുന്നില്ല. അഥവാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യ മുന്നണി എന്ന മുന്നണിയുടെ കോർഡിനേഷനെ, ഏകോപന സമിതിയെ, കോർഡിനേഷൻ കമ്മിറ്റിയെ നയിക്കാനുള്ള പ്രാപ്തി ഇനിയും രാഹുൽ ഗാന്ധിക്കായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അദാനിയുടെ ചിത്രം പതിച്ച ടീഷർട്ട് കോൺഗ്രസ്സുകാർ മാത്രം ഇടുമ്പോൾ മറുഭാഗത്ത് TMCയും ശരത് പവാറിൻ്റെ NCPയും JMMും ആം ആദ്മി പാർട്ടിയും CPയും എല്ലാം അതിൽ നിന്നും മാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മുന്നണിയിൽ ഇരിക്കുന്ന സീറ്റിൽ പോലും NDA വലിയ രീതിയിൽ വിള്ളൽ വീഴ്ത്തി. അതിപ്പോൾ ഇരിപ്പിൽ മാത്രമല്ല, ആ സ്ട്രാറ്റജി വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ രാഹുൽ ഗാന്ധി ഇരിക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ തൊട്ടുപുറത്ത് അഖിലേഷ് യാദവ് ഇരിക്കുന്നു, TR ബാലു ഇരിക്കുന്നു, അങ്ങനെ അവധേഷ് പ്രസാദ് അയോധ്യയിൽ നിന്ന് വിജയിച്ച സമാജ്വാദി പാർട്ടിയുടെ നേതാവ് ഇരിക്കുന്നു. ഇതായിരുന്നു ആദ്യ നിരയിൽ ഉണ്ടായിരുന്ന ചിത്രമെങ്കിൽ അതെല്ലാം മാറി രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത് KC വേണുഗോപാലിനെ കൊണ്ടിരുത്തുന്നു, അതിനിടയ്ക്ക് മറ്റൊരു കോൺഗ്രസ് നേതാവിനെ കൊണ്ടിരുത്തുന്നു, ആദ്യ നിരയിൽ ഒരൊറ്റ സമാജ്വാദി പാർട്ടി നേതാവിനെ മാത്രം ഇരുത്തുന്നു, തൃണമൂൽ ബാക്കിയുള്ള നേതാക്കളെല്ലാം പുറകിൽ കൊണ്ടു കളയുന്നു. ചുരുക്കത്തിൽ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ പോലും സൂക്ഷ്മമായ വിഭജന തന്ത്രം പരീക്ഷിച്ചു വിജയിച്ചിരിക്കുന്നു NDA എന്ന് വേണം കണക്കിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യും. അതിൽ നിലവിൽ പരസ്പരം തമ്മിലടിക്കുന്ന യാദവ കുലം പോലെ ഒരു സൂചനകളായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിന് ഒരു പാൻ ഇന്ത്യൻ ബേസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന് പുറത്ത് രാഹുൽ ഗാന്ധി എത്രത്തോളം പിന്തുണയ്ക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, സമാജ്വാദി പാർട്ടി ഇല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോഴും ഇന്റർനാഷണൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടി സമാജ്വാദി പാർട്ടിയാണ്. മൂന്നാമതുള്ളത് തൃണമൂൽ കോൺഗ്രസിനാണ്. ഇവയെ അവഗണിച്ചുകൊണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളെപ്പോഴും ഒരു പഴമൊഴിയായി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, രത്തൻ ടാറ്റയൊക്കെ പറയുന്നത്, നിങ്ങൾ കുറച്ചു ദൂരം നടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം എന്നാണ്, നിങ്ങൾ ദീർഘദൂരമായി നടക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെ നടക്കണം എന്നുള്ളതാണ്. ഇത് പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇഫ് യു വാണ്ട് ടു ഗോ മൈൽസ്, ഗോ ഇൻ ഗ്രൂപ്പ്സ്. നിങ്ങൾ അലയൻസിനോടൊപ്പം സഞ്ചരിക്കുക. ഇഫ് യു വാണ്ട് ടു കവർ ഷോർട്ട് ഡിസ്റ്റൻസ്, ഗോ സോളോ. നിങ്ങൾ ഒറ്റയ്ക്ക് പോകുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു സോളോ പെർഫോമൻസ് ആണ് പാർലമെൻറ്റിൽ. ദയനീയമായ സോളോ പെർഫോമൻസ് പരാജയപ്പെടുകയാണ്. അദാനി വിഷയം എന്ന് ഉയർത്തുന്നതല്ലാതെ ഇന്ത്യ അദാനി വിഷയം ചർച്ച ചെയ്യുന്നതേയില്ല. ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പൊതുരാഷ്ട്രീയ വിഷയമായി അദാനി വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചില്ല. എന്നാൽ അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാർലമെൻറ്റിന് പുറത്തുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ, NREGയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മിഡ് ഡേ മീലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം രാഷ്ട്രീയ പാർട്ടികൾ കളഞ്ഞു കുളിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് ഈ സോളോ പെർഫോമൻസിലുള്ള അമിതമായ താല്പര്യമാണ് രാഹുൽ ഗാന്ധിയെ നയിച്ചത്. നിർഭാഗ്യവശാൽ ഇന്ത്യ മുന്നണിയുടെ പൊതുസ്വീകാര്യനായ നേതാവെന്ന ഒരു സ്റ്റാറ്റസ് സിംബലിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നോക്കൂ, ബംഗാളിലേക്ക് പോയാൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ അടുപ്പിക്കില്ല എന്നത് വ്യക്തമാണ്. ഡൽഹിയിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, രാഘവ് ചദ്ദ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് എന്താ, ഒരു തരത്തിലുള്ള അലയൻസിനുമുള്ള സാധ്യതയില്ല ദില്ലിയിൽ എന്നാണ്. ഉത്തർപ്രദേശിലേക്ക് വന്നാൽ സമാജ്വാദി മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ മഹാവികാസ് അഘാഡിയിൽ നിന്ന് സമാജ്വാദി പാർട്ടി പുറത്തേക്ക് പോയതിന് ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ ഉദ്ധവ് താക്കറെയുടെ പക്ഷത്ത് നിന്ന് മിലിന്ദ് നവരേക്കർ ഒരു എക്സ് ട്വീറ്റിൽ ഒരു പോസ്റ്റ് ഇട്ടു, ബാബറി മസ്ജിദിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ആ ബാബറി മസ്ജിദ് തകർത്തത് വലിയ കാര്യമാണ് എന്ന് അദ്ദേഹം അതിൽ അടിയിൽ ട്വീറ്റ് ചെയ്തു. ഇത് കണ്ട സമാജ്വാദി പാർട്ടിക്ക് മഹാവികാസ് അഘാഡി നിൽക്കാൻ കഴിയുമോ? ഉത്തർപ്രദേശിൽ വലിയ വോട്ട് ബാങ്ക് മുസ്ലിംകളുടേതില്ലേ? അത് സ്വാഭാവികമായും തങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരല്ലേ? ബംഗ്ലാദേശിലെ വിഷയം ചർച്ച ചെയ്യാതെ പോകുമ്പോൾ അത് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയത്തെ ബാധിക്കില്ലേ? അവിടെ അൺഎംപ്ലോയ്മെന്റ് ചർച്ച ചെയ്യാതെ പോകുമ്പോൾ അത് ബാധിക്കില്ലേ? വയനാട് വിഷയം ചർച്ച ചെയ്യാതെ പോയാൽ CPIയുടെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രോസ്പെക്ട്സിനെ ബാധിക്കില്ലേ? DMKയുടെ വിഷയം ചർച്ച ചെയ്യാതെ പോയാൽ DMKയുടെ തമിഴ്നാട്ടിലെ വിഷയത്തെ ബാധിക്കില്ലേ? പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ, ഒരു ഫ്ലോ സ്ട്രാറ്റജി ഇല്ലാതെ ഈ പാർലമെന്റിന്റെ സെഷനിൽ എന്ത് തന്ത്രം സ്വീകരിക്കണമെന്ന കാര്യത്തിൽ അമ്പേ പരാജയപ്പെട്ടു പോയ ഒരു കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടത്. ഒരു കോർഡിനേഷൻ അവിടെ ലാക്കിംഗ് ആയിരുന്നു. ആ ഏകോപനത്തിന്റെ അഭാവമാണ് ഇന്ത്യ മുന്നണിയിലെ വിള്ളൽ ഇത്രയധികം വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. ഒരു കാര്യം കൂടി നോക്കിക്കോളൂ, സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല NDAയും BJPയും ഈ തന്ത്രം പയറ്റുന്നത്, പോളിസികളുടെ കാര്യത്തിൽ കൂടി അവർ പയറ്റി തുടങ്ങി. ശ്രദ്ധിച്ചോളൂ, തമിഴ്നാട്ടിൽ DMKയ്ക്ക് ഫിൻജാൻ ചുഴലിക്കാറ്റടിച്ച് അന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ 994 കോടി രൂപ അടിയന്തര ധനസഹായം അനുവദിച്ചു കേന്ദ്ര സർക്കാർ. DMK ആവശ്യപ്പെട്ടതിന് ഏകദേശം തത്തുല്യമായ തുക അനുവദിച്ചുകൊണ്ടാണ് DMKയുടെ തമിഴ്നാട് സർക്കാരിനെ ഇപ്പോൾ NDA സർക്കാർ ചേർത്ത് പിടിക്കുന്നത്. ഇന്ന് മാതൃഭൂമി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത
മറ്റൊരു വാർത്തയുണ്ട്. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീജല സംയോജന പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നദീജല സംയോജന കമ്മീഷൻ എന്ന് പറയുന്ന കേന്ദ്ര ജല കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ എന്താ അവർ തീരുമാനിച്ചിരിക്കുന്നത്? ഈ അച്ചൻകോവിലെയും പമ്പയിലെയും ഏകദേശം 63.3 ഖനയടി വെള്ളം ലക്ഷം ഖനയടി വെള്ളം കൊണ്ടുപോവുകയാണ്. എവിടേക്ക്? വൈപ്പാർ നദീതടത്തിലേക്ക്. അവിടെ 91,000-ഓളം വരുന്ന കൃഷിഭൂമി മുഴുവൻ ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന പദ്ധതിയാണ്. ആരുടെ എതിർപ്പ്? കേരളത്തിൻ്റെ എതിർപ്പ്. ആർക്കനുകൂലം? തമിഴ്നാടിന് അനുകൂലം. സ്വാഭാവികമായും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടാൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള രാഷ്ട്രീയ ഇക്വേഷൻസ് മാറും. അവിടെ ഇന്ത്യ മുന്നണിയുടെ പ്രൊഫൈലിലേക്ക് DMK ഒരുപക്ഷെ എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. NDA ഉപയോഗിക്കുന്ന ആ രാഷ്ട്രീയ ചാതുരി, ആ ചതുരംഗ നീക്കം എന്ന് പറയുന്നതിനെ അതിജീവിക്കാനുള്ള കരുത്ത്, ആ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള കരുത്ത് പോലും നിർഭാഗ്യവശാൽ ഇന്ത്യ മുന്നണിക്കില്ല. അതുകൊണ്ടാണ് NDA വളരെ ശ്രദ്ധാപൂർവം ഇത് ഉറ്റുനോക്കുന്നത്. മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെട്ടത് ഇനി മറ്റു സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലടക്കം നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. അത് ഇന്ത്യ മുന്നണി കരുതിയിരിക്കണം. പക്ഷേ സ്വീകാര്യനായ ഒരു നേതാവ് ഇപ്പോഴും ഇന്ത്യ മുന്നണിയിലില്ല എന്നുള്ളത് നമ്മൾ കരുതി. അരവിന്ദ് കെജ്രിവാൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിൽ സ്വീകാര്യനായ ഒരു നേതാവായി ആ ജയിൽവാസത്തിന് ശേഷം വന്നേക്കാമെന്ന്. പക്ഷെ അതുണ്ടായില്ല. തൃണമൂൽ കോൺഗ്രസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇന്റർനാഷണൽ കോൺഗ്രസിന് കഴിയില്ല. രാഹുൽ ഗാന്ധി അക്സെപ്റ്റ് ചെയ്യാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കണക്കുണ്ടെങ്കിലും കെമിസ്ട്രി ഇല്ലാത്ത ഒരു ഇക്വേഷനാണ് ഇന്ത്യ മുന്നണിയിലുള്ളത്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വിള്ളൽ ശക്തമാകുന്ന സൂചനയുണ്ടാവും. അങ്ങനെ വന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കും. NDA സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. BJPയുടെ സ്ട്രാറ്റജിയിൽ ഇന്ത്യ മുന്നണി പോയി കൊളുത്തുകയാണെങ്കിൽ ഇനി കൂടുതൽ സഖ്യകക്ഷികൾ ഇന്ത്യ മുന്നണിയിൽ നടന്ന് NDAയിലേക്ക് വരുന്നത് പോലും തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. കാരണം ഇന്ത്യ മുന്നണിയെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരാശയം, ഒരു പ്രലോഭനം, ഒരു ലക്ഷ്യം, ഒരു സ്വപ്നം ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ആ സ്വപ്നത്തെ നയിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് നിലവിൽ ഇന്ത്യ മുന്നണിയിലില്ല എന്നുള്ളത് നേതാക്കൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് മമതാ ബാനർജിയിലേക്ക് ശരത് പവാറും ഒപ്പം തന്നെ NCP ശരത് പവാറും ഉറ്റുനോക്കുന്നത്. അതിനൊരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ലല്ലു പ്രസാദ് യാദവ് മമതാ ബാനർജിയെ പിന്തുണയ്ക്കുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട്. ബീഹാറിൽ ലോക്സഭാ കാലത്തെ തെരഞ്ഞെടുപ്പ് സഖ്യം നിങ്ങൾ നിയമസഭയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അതൊരു സൂചന കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ദില്ലിയിൽ സഖ്യമുണ്ടാവില്ല, ഉത്തർപ്രദേശിൽ സഖ്യമുണ്ടാവില്ല, ബീഹാറിൽ സഖ്യമുണ്ടാവില്ല, വെസ്റ്റ് ബംഗാളിൽ സഖ്യമുണ്ടാവില്ല, കേരളത്തിൽ സഖ്യമേ ഇല്ല എന്നുള്ളതാണ്. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു വലിയ പ്രതീക്ഷ കേൾക്കുന്ന മങ്ങൽ കൂടിയാണ് ഈ വിള്ളൽ എന്നാണ് എൻ്റെ ടേക്ക്. അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ വിള്ളലോ എന്ന ചോദ്യത്തിന് 3 പേരും യെസ് വിള്ളലുണ്ട് എന്നാണ്. Meet the editors.